കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ദീപകിന്റെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയുടെ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി. നന്ദഗോപാൽ, എന്താണ് വിശദാംശം? കഴിഞ്ഞ 21 ദിവസമായി ഷിംജിത റിമാൻഡിൽ കഴിയുകയാണ്. ഇതിൽ ഇന്നിപ്പോൾ വാദം പൂർത്തിയായിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പറഞ്ഞത് ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ദീപകിന്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പും ഫോണും ഉൾപ്പെടെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പരിശോധനാ ഫലം ഉൾപ്പെടെ പുറത്തു വരാതെ ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു ഇവരുടെ വാദം. അതോടൊപ്പം ഷിംജിത ഈ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാദം കൂടെയുണ്ട്. ഇതുകൂടെ തെളിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജാമ്യം നൽകാൻ പാടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ കാര്യം. എന്നാൽ ഇതെല്ലാം സ്വാഭാവിക നടപടികളാണ്. ഇത്തരത്തിലുള്ള ഫോറൻസിക് പരിശോധനകളൊക്കെ അവിടെ നടക്കും. ഇതിനായി ഷിംജിതയെ ഇങ്ങനെ റിമാൻഡിൽ കഴിയേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം പറഞ്ഞത്. ഏതായാലും പോലീസും ഈ സംഭവത്തിൽ അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷം നാളെ വിധി പറയുമെന്നുള്ളതാണ് കോഴിക്കോട് ജില്ലാ കോടതി അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നാളെ തന്നെ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ വിധി ഉണ്ടാകും. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകിയത്.